പേപ്പറിൽ മാത്രം ഒതുങ്ങി നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം. റെയിൽവേ, ടൂറിസം, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലായി കോടിക്കണക്കിന് രൂപ പ്രഖ്യാപിച്ചുവെങ്കിലും നടപ്പിലായിട്ടില്ല. 25-ലധികം വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകിയെങ്കിലും ഒന്നും വെളിച്ചം കണ്ടില്ല. 2025-26 വർഷത്തെ ബജറ്റ് സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ദുരന്ത നിവാരണം, വിനോദസഞ്ചാര മേഖലകളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ നിർമ്മാണം, സിൽവർ ലൈൻ, വ്യവസായ പാർക്കുകൾ, വിനോദസഞ്ചാര മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെ വാതോരാതെയുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം. തിരുവനന്തപുരം മെട്രോ നിർമ്മാണം ഇതുവരെ അനുമതി പോലും ലഭിച്ചിട്ടില്ല. സിൽവർ ലൈനുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ അതിയായ താല്പര്യമുണ്ട്. എന്നാൽ കടമ്പകൾ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. വിനോദസഞ്ചാര മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമായിട്ട് 1500 കോടിയിലധികം രൂപയായിരുന്നു പ്രഖ്യാപിച്ചത്. റബ്ബറിന്റെ താങ്ങുവിലയിൽ കർഷകർ തൃപ്തരല്ല. കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേക സ്റ്റാർട്ടപ്പ് പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതും വെളിച്ചം കണ്ടിട്ടില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിരുന്നില്ല കഴിഞ്ഞുപോയത്. കഴിഞ്ഞ 4 ബജറ്റ് പ്രഖ്യാപനങ്ങളിലും കിഫ്ബി ആശ്രയിച്ചിരുന്നുവെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ലോകബാങ്കിനെ ആശ്രയിച്ചുകൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളാണ് നടന്നത്. അപ്രതീക്ഷിതമായി വന്ന ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടലും ദുരന്തവും ഈ വർഷത്തെ സാമ്പത്തിക പരാധീനതകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമായി തന്നെ സർക്കാർ ഉയർത്തിക്കാട്ടും. അങ്ങനെയെങ്കിൽ ഈ വർഷം പ്രകൃതി ദുരന്തം, അതിജീവനം, വിനോദസഞ്ചാര മേഖലയിലെ വികസനം ഇവയ്ക്കായിരിക്കും കൂടുതലും പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. 16ാം ധനകാര്യ കമ്മീഷനോട് ഉൾപ്പെടെ ദുരന്ത നിവാരണത്തിനായി കൂടുതൽ പണം അനുവദിക്കണമെന്നാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്നും കൂടുതലായി ഒന്നും ഇത്തവണയും ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ജനം, തിരുവനന്തപുരം.